പെണ്ണുങ്ങള് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഗുണ്ടകളല്ല. മേഹുന പറഞ്ഞുതരാം. പെണ്ണിനെ മച്ചുവർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കാണാതെ കുഞ്ഞു കൊച്ചായിട്ട് കണ്ടാൽ നിന്റെ ലൈഫിലെ പകുതി പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കിട്ടും. ആദ്യം നിന്റെ ലോജിക്കൽ ആയിട്ടുള്ള ചിന്താഗതി മാറ്റിവെക്കണം. ഈ കുഞ്ഞു പിള്ളേരെങ്ങനെയാണ്, അവർ ഭയങ്കര ഇമോഷണൽ ആണ്, അറ്റൻഷൻ സീക്കിംഗ് ആണ്, വാശി പിടിക്കും, വഴക്കുണ്ടാക്കും, എപ്പോഴും കംപ്ലൈന്റ് പറയും, പെട്ടെന്ന് കരയും, ചോക്ലേറ്റ് കൊടുത്താൽ ചിരിക്കും, പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ച് പുറത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. ഈ ഒരു അപ്രോച്ചാണ് റിലേഷൻഷിപ്പിൽ നീ പിടിക്കേണ്ടത്. കിടന്ന് തർക്കിക്കാതെ LKG Bയിൽ പഠിക്കുന്ന ടിൻഡുമോളായിട്ട് അവളെ കാണുക, സമാധാനമായിട്ട് ജീവിക്കുക. പിന്നെ നിന്റെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായിട്ട്. പെൺകുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഗുണ്ടകളല്ല. കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളൊരു മെച്ചുവർ അഡൽട്ട് ആയിട്ട് കാണാതെ കുട്ടിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പ്രണയമല്ല, മറിച്ച് ഇൻഫന്റലൈസേഷൻ ആണ്. സാമൂഹ്യപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഒരു അഡൽറ്റിനെ നിങ്ങൾ കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവർ കുറച്ചും കൂടി വീക്കറാണ്, കുറച്ചും കൂടി സപ്പോർട്ട് വേണ്ട ആൾക്കാരാണ് എന്നുള്ള നിലയിലാണ്. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അയാൾക്ക് തോന്നുക അവർ കുറച്ചും കൂടി വീക്കറാണ്, എപ്പോഴും ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിൽക്കേണ്ട ഒരാളാണ്. നിങ്ങൾ അതിൽ ഡോമിനൻസ് ആണ് ആക്ച്വലി ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ കൂടുതൽ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. അതിനർത്ഥം സ്ത്രീകൾക്ക് മാത്രം ഇമോഷൻസ് ഉണ്ടെന്നല്ല. പുരുഷന്മാർ സ്ത്രീകൾ എന്ത് ചെയ്താലും അതനുസരിച്ച് നിൽക്കണം, അവരുടെ ഇമോഷൻസിന് യാതൊരു വിലയും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പൊ ഇതിന് കാരണം മെയിൻ ആയിട്ടും വരുന്നത് ഈ ഒരു കണ്ടീഷനിങ് ആണ്. അതായത് പുരുഷന്മാരാണ് സ്ത്രീകളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ റിലേഷൻഷിപ്പിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒരു ഈക്വൽ അഡൽട്ട് ആയിട്ടാണ് റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് പോകാനായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവർ LKG പഠിക്കുന്ന തിന്റുമോളായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ മ്യൂച്വൽ റെസ്പെക്ട് എന്നൊരു സാധനം വരുന്നില്ല. മാത്രമല്ല അവർ കുറച്ചും കൂടി വീക്കർ ആയിട്ട് ഫീൽ ചെയ്യുകയും ഡോമിനൻസ് തോന്നുകയും ചെയ്യും. അത് കൂടുതൽ പ്രോബ്ലംസിലേക്കായിരിക്കും എത്തിക്കുക. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഈ പാമ്പറിങ്ങും കെയറും ട്രസ്റ്റും ഒക്കെ രണ്ട് പാർട്ട്നേഴ്സും കൊടുക്കേണ്ടതാണ്. അല്ലാണ്ട് പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളുടെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്വന്തം ഇമോഷൻസ് കാണിക്കാതിരിക്കുക എന്നുള്ളതല്ല. സോ ഹെൽത്തി റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേർക്കും ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം.